റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിലെ ഇല റെസ്റ്റോറൻറ്റിൽ. ഇവിടുത്തെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി കേട്ടിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കടയുടെ എല്ലാമായ രാഹുൽ ചേട്ടനാണുള്ളത്. ചേട്ടൻ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ചേട്ടാ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഇവിടുത്തെ മാമ്പഴ പുളിശ്ശേരിക്ക്? ഇല്ല, ഇത് എൻ്റെ അമ്മയുടെ തന്നെ കറക്റ്റ് റെസിപ്പിയാണ്. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നല്ല പുളിയുള്ള തൈര് വേണം, ഉലുവാപ്പൊടി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആ മാമ്പഴ പുളിശ്ശേരി നന്നാവും. അപ്പൊ ചേട്ടനാണ് ഇവിടെ എന്ന് മാമ്പഴ പുളിശ്ശേരി എന്നും ഉണ്ടാവും? ഇല്ല, നല്ല മാമ്പഴം കിട്ടുമ്പോൾ. അല്ലാത്ത ദിവസങ്ങളിൽ അങ്കമാലി മാങ്ങക്കറി ഉണ്ടാവും, പിന്നെ മുരിങ്ങാക്കോലും മാങ്ങയും പരിപ്പൂട്ട് ഉണ്ടാക്കുന്ന കറി ഉണ്ടാവും, പിന്നെ കാളനുണ്ടാവും. അതൊക്കെ നമ്മളുടെ ചീഫ് കുക്ക് ഉണ്ട്, ഷിജു എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. മാങ്ങയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ നമുക്ക് വേഗം തുടങ്ങിയാൽ ആയിക്കോട്ടെ, നമുക്ക് വേഗം തുടങ്ങാം. എന്തൊക്കെയാ ചെയ്യണ്ടേ? ആദ്യം വെള്ളരിക്ക, നല്ല പഴുത്ത വെള്ളരിക്ക നോക്കി എടുക്കണം. അത് ചെറുതായിട്ട് ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, എനിക്കെല്ലാം കയ്യളവാണ്. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി പൊടി ഉണ്ട്, കാശ്മീരി മുളക് പൊടി ഉണ്ട്, നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ഉണ്ട്. ഈ പൊടി ഐറ്റംസ് നമ്മൾ ഇപ്പോഴാണ് ചേർക്കുള്ളൂ. ഇനി ലാസ്റ്റ് നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് മാത്രം ആ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രം ഇത്തിരി മുളക് പൊടി ഇടുള്ളൂ. പിന്നെ പച്ചമുളക് ഇങ്ങനെ തന്നെ ഇടണം. എന്നാലും അതിൻ്റെ ആ ഫ്ലേവർ കിട്ടുള്ളൂ. ഇത് നമ്മുടെ വെന്ത് പരിവായി വരുമ്പോഴേക്കും മുളക് ഉടഞ്ഞ് ആയിട്ടുണ്ടാവും. മാമ്പഴത്തിൻ്റെ ആ ഒരു മധുരവും ആ ഒരു പുളിയും ഇതിൻ്റെ കടിക്കുമ്പോഴുള്ള രീതിയും കൂടി ഭയങ്കര രസമാണ്. ഇത്രയും ഇട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. എത്ര വിസിൽ അടിക്കണം? ഇതൊന്ന് വെന്തിട്ട് ഇത് 2 വിസിൽ അടിച്ചാൽ മതി. ആ വെള്ളത്തിലാണ് നമ്മൾ എന്തെങ്കിലും ഈ മാമ്പഴം വേവിക്കാൻ പോകുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കില്ല. ഇത്രയും വെള്ളം മതി. അപ്പൊ നമുക്കിനി ഇത് അടച്ചിട്ട് വേവിക്കാൻ പറ്റും. നമുക്കപ്പോ തുറന്നു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മുളകൊക്കെ കിടക്കണുണ്ടോ? ഇപ്പൊ അങ്ങനെ തന്നെ കിടക്കും. പക്ഷെ നമ്മളത് ചോറിലേക്ക് ഒഴിച്ച് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ആ മുളക് മെൽറ്റായി പോകും. പക്ഷെ കാണാൻ ഇങ്ങനെ തന്നെ കിടക്കും. നമുക്ക് ഇനി ഇതിന്റെ വെള്ളം എടുത്തിട്ട് വേണം, അതിനകത്ത് വേണം മാമ്പഴം വേവിക്കാൻ. അതിനകത്താണ് മാമ്പഴം വേവിക്കാൻ, വെള്ളത്തിൽ. വേറെ വെള്ളമൊന്നും ഇനി അതിനകത്ത് നമ്മൾ ചേർക്കില്ല. എല്ലാം കൂടെ അതിനകത്ത് അരിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടാവല്ലേ. മാമ്പഴം വേവിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഇച്ചിരി പൊട്ടലും ചീരലൊക്കെ ഉണ്ടാവും. എത്ര നേരം ഒന്ന് തിളയ്ക്കണം? ഒരു 5-10 മിനിറ്റ് മാക്സിമം. മാമ്പഴം ഒന്ന് വേണ്ടാൽ മതി. അത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ അരപ്പിനകത്തേക്ക് ഇറക്കും. തേങ്ങ, ജീരകവും കടുകും. നമ്മൾ ആദ്യം വെള്ളരിക്ക എടുത്തു, അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് മുഴുവനപ്പാട് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. അതായത് 3 വിസിലും അടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ട് മാമ്പഴം വേവിക്കാൻ വെച്ചു. പെട്ടെന്ന് വേവ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. കാരണം ആ വെള്ളത്തിനകത്ത് നമ്മുടെ അവിടെ മാമ്പഴം പുളിശ്ശേരിക്കല്ലേ വെക്കുന്നത്. ഇതെന്താണെന്നറിയോ, നമ്മളല്ലാതെ വേറെ വെള്ളമൊക്കെ ചേർത്താൽ ഞാൻ എൻ്റെ വാട്ടറി ടേസ്റ്റ് കയറി വരും. പറഞ്ഞില്ലേ, ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. തേങ്ങ, ജീരകം,
കടുക്. മൂന്നും കൂടെ അരച്ചതാണ്. എത്ര തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മൾ? ഇതൊരു 3 തേങ്ങ ഉണ്ടാവും. 3 തേങ്ങ. അത് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉച്ചവരെ ഏകദേശം നമുക്കൊരു 10-25 തേങ്ങ ചിലവുള്ളതാണ്. അപ്പം അതിനൊന്ന് ഏകദേശം പറയാൻ പറ്റുള്ളൂ. ഇട്ടോട്ടെ. ഇപ്പം കളറ് മാറിയുണ്ടാവും. ഇനി തൈരും കൂടി ഒഴിക്കുമ്പോൾ നല്ല സ്വർണ്ണ കളറാവും. മാങ്ങയുടെ സ്വഭാവം മാറിയുണ്ടാവും. വെള്ളരിക്ക് മുളകും എന്തൊക്കെ ഇട്ടേക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ടേ തൈര് ഒഴിക്കാം. ഇതൊരു 3 ലിറ്റർ തൈരുണ്ട്. തിളക്കണ്ട, തൈര് ഒഴിച്ചാൽ തിളക്കണ്ട. അതുകൊണ്ട് താളിക്കണം. മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചു നോക്കിയത് കറക്റ്റ് ആ ഒരു ഇതുണ്ടോ. അപ്പൊ നമ്മൾ ആലുവ ഇലയിലെ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ വന്നിരിക്കുന്നതായിരുന്നു. നമ്മൾ ഇതിന്റെ വെക്കുന്ന രീതികളെല്ലാം കണ്ടു. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അറിയാം. അപ്പൊ ഇവിടെ മാങ്ങ സീസണിൽ മാത്രമല്ല, ഇവിടെ നമുക്ക് മാമ്പഴ പുളിശ്ശേരി കിട്ടും. ഇവിടെ വന്നാൽ ഇവിടെ എന്നും ഉണ്ടാവും എന്നാ തോന്നുന്നത് അല്ലേ? ഇവിടെ എന്നും ഇടുകയും ചെയ്യും. അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം സീസണിൽ മാത്രം മാമ്പഴ പുളിശ്ശേരി കഴിക്കേണ്ട ഒരു ഇതില്ല. നമ്മളിവിടെ വന്ന് ചേട്ടൻ്റെ ഒരു പോസ്റ്റർ ഇവിടെ വന്നൊന്ന് പറഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് സാധനം റെഡിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ദിവസം രാത്രി ചുമ്മാ ഞങ്ങൾ തമാശക്ക് പറഞ്ഞോ നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലോ. ആലുവയിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളിപ്പോ പല ആവശ്യങ്ങൾക്കും വരാൻ നിർത്തി. ഭക്ഷണം കഴിക്കാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും ആകെ ഉള്ളത് ഒരു ബിരിയാണിക്ക് കിട്ടുന്ന കടകൾ, വേറെ ഒന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് അത്യാവശ്യമായിട്ട് നല്ല ഭക്ഷണം എനിക്കാണെങ്കിൽ അറിയാമോ, അറിയാമോ. ഞങ്ങൾ എവിടെ നിന്ന് ഏത് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടും ഇവൻ ഉണ്ടാക്കണ അത്രയും ടേസ്റ്റ് വരില്ല. നമുക്കൊരു ഭക്ഷണത്തോട് നല്ല ഇൻട്രസ്റ്റും നല്ല വെച്ച് കൊടുക്കാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള. അപ്പൊ അങ്ങനെ ഞങ്ങള് അധികം നാളെയല്ലേ, 9-10 മാസം ആയുള്ളൂ. അത്യാവശ്യം അതുപോലെ തന്നെ വെറൈറ്റി ഡിഷസും ഉണ്ട് ഇവിടെ. ചേട്ടന്റെ കൈപ്പുണ്യം ഉണ്ട് ഇവിടെ. എന്തെങ്കിലും ആർക്കും ഓർഡർ പോലെ എന്തെങ്കിലും വരാണെങ്കിൽ തന്നെ സ്പെഷ്യൽ നമ്മൾ ഇവൻ തന്നെ എല്ലാം അടിച്ചു കൊടുക്കുന്നത്. കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഒരു 3-4 അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട്. എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഇവൻ കൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പം അറിയാലോ, ഇല റെസ്റ്റോറൻറ്റ് ആലുവയിൽ നമ്മൾ പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റി ഡിഷസ് വേണോ, അതിലുപരി മാമ്പഴ പുളിശ്ശേരി വേണോ, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റവുമായിട്ട് കാണുന്നത് വരെ ബൈ.